സലാറും ഡങ്കിയും തമ്മിലുള്ള ബോക്സ് ഓഫീസ് ക്ലാഷാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ മുഴുവൻ വാർത്തകളെങ്കിലും കേരളത്തിൽ എത്തുമ്പോൾ അത് സലാറും മോഹൻലാൽ ചിത്രവുമായ നേരും തമ്മിലാണ് എന്ന തരത്തിലായി മാറി. കാരണം മോഹൻലാൽ ചിത്രമാണ് നേര് എങ്കിൽ മലയാളികളുടെ പ്രിയപ്പെട്ട പൃഥ്വിരാജ് പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രമാണ് സലാർ. നേരിന് മുന്നിൽ സലാർ പകച്ചോ എന്നാണ് രണ്ടാം ദിവസത്തിലെ സലാറിന്റെ കേരള ബോക്സ് ഓഫീസ് കണക്കുകൾ കാണിക്കുന്നതും. ആദ്യ ദിനത്തിൽ കേരളത്തിൽ നിന്നും സലാർ 4.65 കോടി നേടിയപ്പോൾ അത് വലിയൊരു കണക്കായിരുന്നു. നേരിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു വലിയ കളക്ഷൻ സലാർ എന്ന ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഉണ്ടാക്കാൻ സാധിച്ചു. എന്നാൽ രണ്ടാം ദിവസം എത്തിയപ്പോൾ 2.65 കോടിയായി താഴേക്ക് പോയി. ടോട്ടൽ കേരള ഗ്രോസ് കളക്ഷനായി 7.3 കോടിയാണ് സലാർ നേടിയിരിക്കുന്നത്. എന്നാൽ വേൾഡ് വൈഡിൽ സലാറിനെ നേരിടാൻ ആരും തന്നെ ഇല്ല എന്നതാണ് ഈ റിലീസുകളുമായി ബന്ധപ്പെട്ട് വരുന്ന റിപ്പോർട്ടുകൾ. 2 ദിവസം കഴിയുമ്പോൾ വേൾഡ് വൈഡിൽ നിന്നും 295.7 കോടിയാണ് സലാർ നേടിയെടുത്തത്. വേൾഡ് വൈഡിൽ സലാറിനെ പിടിക്കാൻ ആരുമില്ല. പക്ഷേ കേരള ബോക്സ് ഓഫീസിൽ സലാറിന് മുന്നിൽ ഒരു മോഹൻലാൽ നിൽപ്പുണ്ട്. അത് മിക്കവാറും അങ്ങനെയാണ്. വലിയൊരു ചിത്രവുമായി ക്ലാഷ് മോഹൻലാൽ വെച്ച് കഴിഞ്ഞാൽ മോഹൻലാൽ ചിത്രത്തിന് പോസിറ്റീവ് കിട്ടിയാൽ പിന്നെ നോക്കിയേ വേണ്ട. മോഹൻലാലിനെ നേരിടാനാണ് ബാക്കിയുള്ളവർക്ക് ശ്രമം നടത്തേണ്ടതും. ആ ശ്രമം തന്നെയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതും. എന്നാൽ ശ്രമത്തിൽ വിജയിച്ചില്ല എന്നതാണ് മറ്റൊരു കാര്യം. അങ്ങനെ നിൽക്കുമ്പോഴാണ് സലാർ ഒരു വലിയ റിലീസായിരുന്നു കേരള ബോക്സ് ഓഫീസിൽ നടത്തിയത്. പല സ്ഥലങ്ങളിലും സലാർ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഷോകൾ കളിച്ചതും. അവിടെയൊക്കെ നേര് വീണ്ടും എത്തിയിരിക്കുന്നു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങൾ. സലാറിനെ റീപ്ലേസ് കൊണ്ട് നേരെത്തിയിരിക്കുന്നു. സലാർ കളിച്ചിരുന്ന തിയേറ്ററുകളെല്ലാം നേരാണ് ഇപ്പോൾ കളിക്കാൻ പോകുന്നത്. അതിന്റെ പോസ്റ്ററുകൾ ഒട്ടിക്കുന്ന ചിത്രങ്ങളും മൂവി അനലിസ്റ്റുകളും അതിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തുകയും ചെയ്തു. ഒരു ഗംഭീര 4ാം ദിവസമാണ് നേര് എന്ന ചിത്രത്തിന്റേതായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 2.75 കോടി വരെ ഇതുവരെ നേരുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ട് കഴിഞ്ഞു. 2 വലിയ ചിത്രങ്ങളായിരുന്നു കേരള ബോക്സ് ഓഫീസിൽ നേരിന് ഏറ്റുമുട്ടേണ്ടിയിരുന്നത്. ഷാറുഖ് ഖാന്റെ ഡങ്കിയും പ്രഭാസിന്റെ സലാറുമായിരുന്നു അത്. ഈ 2 ചിത്രങ്ങൾക്കും ഇപ്പോൾ നേരിടേണ്ടത് മോഹൻലാലിനെ തന്നെയായിരുന്നു. 2 സിനിമകൾക്കും മിക്സഡ് അഭിപ്രായങ്ങൾ നേടിയപ്പോഴും കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ നേര് തന്നെയാണ് ടോപ്പിൽ. കേരള ബോക്സ് ഓഫീസിൽ മോഹൻലാലിനെ തന്നെ നേരിടേണ്ട അവസ്ഥ വന്നു. 3 ദിവസം കഴിയുമ്പോൾ 19 കോടിക്ക് മുകളിലാണ് വേൾഡ് വൈഡ് കളക്ഷൻ നേര് സ്വന്തമാക്കിയത്. ആ കണക്കുകളെയൊക്കെ ഞെട്ടിക്കുന്ന ഒരു 4ാം ദിവസമാണ് മോഹൻലാലിന്റെ നേര് നേടിക്കൊണ്ടിരിക്കുന്നത് എന്ന് കേരള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയാണ്. കാരണം ലാലേട്ടൻ ഓൺ ഫയർ എന്ന് പറഞ്ഞുകൊണ്ട് 80% ഒക്യുപ്പൻസിയാണ് ഇന്നേ ദിവസം രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറയുകയാണ്. ഒരു വലിയ ജനപങ്കാളിത്തം നേര് എന്ന ചിത്രത്തിന് ലഭിക്കുന്നു. അതിനൊപ്പം തന്നെ ക്രിസ്മസ് ഡേയിലും ഗംഭീര റെസ്പോൺസ് ചിത്രത്തിന് കിട്ടുന്നു എന്നതുകൂടി അവർ എടുത്തു പറയുകയാണ്. അതായത് വരാൻ പോകുന്ന ക്രിസ്മസ് ഡേയിലും അഡ്വാൻസ് സെയിലിൽ 1 കോടി മാർക്ക് മറികടന്നു കഴിഞ്ഞു. ഇപ്പോഴേ ഏതാണ്ട് 1.16 കോടി അഡ്വാൻസിൽ തന്നെ ലഭിച്ചു എന്ന വിവരങ്ങൾ അവർ പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും മോഹൻലാലിന്റെ ഗംഭീരമായ ഒരു തിരിച്ചുവരവ് അത് എല്ലാ മേഖലയിലും കാണാൻ കഴിയുന്നു. ബോക്സ് ഓഫീസിലടക്കം മോഹൻലാലിന്റെ തിരിച്ചുവരവ് തന്നെയാണ് ഈ പ്രകടനത്തിൽ നിന്നും വ്യക്തമാകുന്നത്. മോഹൻലാലിന്റെ പ്രകടനം പ്രേക്ഷകർ ഒന്നാകെ ഏറ്റെടുക്കുമ്പോഴും സാറ എന്ന കഥാപാത്രത്തിനും പ്രശംസാ പ്രവാഹം കൊണ്ട് നിറയുകയാണ്. അനശ്വര രാജനായിരുന്നു ആ വേഷത്തിൽ എത്തിയത്. കരിയറിലെ ബെസ്റ്റ് പ്രകടനം എന്നാണ് അനശ്വര നടത്തിയത് എന്ന് ഒന്നടങ്കം എല്ലാവരും പറഞ്ഞു. ഇപ്പോഴത്തെ സാറയെ കുറിച്ചും നേരിനെ കുറിച്ചും സംസാരിക്കുകയാണ് അനശ്വര. സാറ എന്ന കഥാപാത്രം കാഴ്ചയില്ലാത്ത ആളാണ്, അതിജീവിത ആണ്. കുറെ എക്സ്ട്രാ എഫർട്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ അവസാനം നല്ല റിസൾട്ട് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. സാറയുടെ ക്യാരക്ടറിൽ നിൽക്കുക എന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ആയിരുന്നു. പ്രത്യേകിച്ച് സിനിമയിലെ ഒരു മെയിൻ പോയിന്റ് ഷൂട്ട് ചെയ്ത സമയം. അതിനുശേഷം അക്കാര്യം ആലോചിക്കും തോറും എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഷൂട്ട് കഴിഞ്ഞ സമയത്തും ആ ഒരു പെൺകുട്ടിയെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. സെറ്റിൽ ഞാൻ പൊതുവിൽ സംസാരിക്കും പോലെ ഒന്നും അവിടെ സംസാരിച്ചില്ല. ഒരുപക്ഷെ ക്യാരക്ടർ പിടിച്ചിരുന്നതൊന്നും അല്ല. അതായത് സിനിമ കഴിഞ്ഞപ്പോഴും സാറ എനിക്കൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് അനശ്വര രാജൻ പറഞ്ഞത്. നെഗറ്റീവ് കമന്റിനെ പറ്റിയും അനശ്വര സംസാരിച്ചു. അത്തരം കമന്റ്സുകൾ എന്നെ അത് ബാധിക്കാറുണ്ട്. വ്യക്തിപരമായി പറയുന്നതിനേക്കാൾ സിനിമയെ പറ്റി പറയുമ്പോൾ വളരെയധികം ബാധിക്കും. ഫീൽഡ് ഔട്ട് ആയെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഇനിയും അത്തരം കമന്റുകൾ വരുമായിരിക്കാം. പക്ഷേ നിലവിൽ ഞാൻ സന്തോഷവതിയാണ്. അത്രയും പരിശ്രമിച്ച സിനിമയ്ക്ക് അഭിനന്ദനങ്ങൾ കിട്ടുന്നു എന്നത് തന്നെ സന്തോഷമാണ് എന്നാണ് അനശ്വര പറഞ്ഞത്.